അതുകൊണ്ട് തന്നെ ഈ 10 കൊല്ലത്തിന്റെ കണക്ക് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ആൻസറാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2023 ബെക്കാഡി എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ മദ്യത്തിന് മേൽ കേരളത്തിലുള്ള അധിക നികുതി അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു റിക്വസ്റ്റ് അന്ന് കേരളം ഭരിച്ച പിണറായി വിജയന് നൽകിയിരുന്നു. പിണറായി വിജയൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പക്ഷേ സതീശൻ അതിനകത്ത് നടപടി സ്വീകരിച്ചു. സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തി വെച്ചു. അപ്പോൾ അന്ന് പിണറായി വിജയൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം പോലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? കടൽത്തീരത്ത് താമസിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെ പോയി കിണർ കുത്തിക്കൂടെന്ന്. ഉപ്പുവെള്ളം കോരി കുടിക്കാണ്ട് മനുഷ്യന് പറ്റുമോ? അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത കുറെ അധികം അണികളാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ് ഞങ്ങളുടേത്. കേരളത്തിലെ UDFന്റെ ഓരോ പ്രവർത്തകരും പറയുന്ന വാക്കുകളാണ്. ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട്, അമർഷമുണ്ട്, വിദ്വേഷമുണ്ട്. അതിന്റെ ഭാഗമാണ് അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. 10 കൊല്ലം കേരളം തുടർച്ചയായിട്ടും ഭരിച്ച ഒരു വ്യക്തി ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറേണ്ട സിറ്റുവേഷൻ, അത് ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള അമർഷം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് നിലവിലെ നിങ്ങളുടെ ഗവൺമെന്റിനോട് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇലക്ഷന്റെ റിസൾട്ട് വന്ന് അന്ന് വൈകുന്നേരം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മുന്നണിയുടെയും ഈ ഒരു സർക്കാരിന്റെയും മുകളിലുള്ള സകലമാന പ്രതീക്ഷകളും അസ്തമിച്ചു. അതിന് കാരണം നിങ്ങൾ തന്നെയായിരുന്നു. കാരണം കൃത്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാതെ ഇലക്ഷനെ നേരിട്ട നിങ്ങൾ, ഇലക്ഷന്റെ റിസൾട്ട് വന്നു ഭരിക്കേണ്ട ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ 3 മുതിർന്ന നേതാക്കൾ തമ്മിൽ കടിപിടിയായി. ഈ പട്ടിയൊക്കെ എല്ലും കഷ്ണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നതാണ്. അങ്ങനെ ആ ഒരു കടിപിടി വന്ന സാഹചര്യത്തിൽ അന്ന് കേരളത്തിന്റെ കാവൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അങ്ങ് രാജിവെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിന് ഒരു മന്ത്രിസഭയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടായി. എന്തായാലും അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ സീനിയർ നേതാവായിട്ടുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള VD സതീശൻ എന്ന് പറയുന്ന നേതാവ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. അങ്ങനെ അധികാരത്തിലെത്തിയ അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു വിശേഷണം നൽകി. ഇതാ 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന് ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു. കേരളം ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് വാർത്ത നൽകിയത്. അതുകൂടാതെ നമ്മുടെ ജെൻസി പിള്ളേരെല്ലാവരും തന്നെ പൂക്കി മുഖ്യമന്ത്രി എന്നൊരു വിശേഷണം കൂടി സതീഷിന് നൽകി. എന്നാൽ ഇന്ന് പല മാധ്യമങ്ങളും അത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയന്റെ പിൻഗാമി തന്നെയാണ് സതീശൻ എന്ന് അദ്ദേഹം ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന അഴിമതി കേസ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റു മന്ത്രിമാർ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിടാൻ പറയുന്ന ഫയലിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുക, അതിൽ കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്വമൊന്നും അവർക്കില്ലായിരുന്നു. കാരണം ഈ വകുപ്പുകളെല്ലാം തന്റെ ഉരുക്കു മുഷ്ടി കൊണ്ട് നിയന്ത്രിച്ചിരുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. മന്ത്രിസഭ എന്ന് പറയുമ്പോൾ വിവിധ മന്ത്രിമാർ വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചധികം ഡമ്മികളെ പിടിച്ച് അവിടെ ഇരുത്തിയിരുന്നു മന്ത്രിമാരായിട്ട്. അത് മാത്രമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കണ്ടത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ VD സതീശന്റെ പോക്കും. വകുപ്പ് മന്ത്രി പോലും അറിയാതെ ചില വകുപ്പുകളിൽ അദ്ദേഹം ഇടപെടുന്നു, പല സുപ്രധാനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ആരോപണം ഇപ്പോൾ മുന്നണികൾക്കിടയിൽ പോലും ഉണ്ട്. എന്നാലും അത്തരത്തിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനമായിരുന്നു ബെക്കാഡി മദ്യത്തിന്റെ നികുതി കുറച്ചത്. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാണ്ടൊരു കാരണമുണ്ട്. 2023 LDF കേരളം ഭരിക്കുന്ന സമയത്ത് അന്ന് VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ബെക്കാഡി എന്ന് പറയുന്ന ലിക്കർ ബ്രാൻഡ് കേരള സർക്കാരിന് മുന്നിലേക്ക് ഒരു റിക്വസ്റ്റ് വെക്കുന്നു, ബെക്കാഡി മദ്യത്തിന്റെ നികുതി കുറയ്ക്കണം. അത് സംസ്ഥാന സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തി വെക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല. 2023 മുതൽ ആ ഒരു ഫയൽ അവിടെ കിടക്കുകയാണ് ചുമ്മാതെ. എന്നാൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഉടനെ തന്നെ ചെയ്തത് ഈ ഒരു ആവശ്യം അങ്ങ് നടപ്പാക്കി കൊടുക്കുകയാണ്. അതായത് കേരളത്തിന്റെ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തി വെക്കുന്നതിനകത്ത് VD സതീശൻ നടപടി സ്വീകരിച്ചു. എന്നാലും അത് ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നു, അത് വലിയ വാർത്തയായി, മുന്നണിയിൽ വിവാദം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത്യാവശ്യം പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. പഴയ പോലെ വലിയ വലിയ സമരങ്ങളിലേക്കും മറ്റൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സമരവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എന്തോ ഇത്തവണ ഇദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി കൊടുത്തു നോക്കാം, ഇത് സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റ് അധികം തികയ്ക്കില്ല എന്നൊക്കെ തോന്നിയത് കൊണ്ടായിരിക്കാം LDFും BJPയും ഒക്കെ
സൈലന്റ് ആയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ പ്രതിഭാസം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം, ഭക്ഷണം, വഴിലൈറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ UDF പ്രവർത്തകർ ഒരേപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, 10 കൊല്ലം നിങ്ങൾ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്ന്. അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറയട്ടെ. 10 കൊല്ലം ഞങ്ങൾ ചോദിച്ചു. ആ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടാതെ വന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നിങ്ങൾ ഈ കേരളം ഭരിക്കുന്നത്. അതാണ് ഈ 10 കൊല്ലത്തിന്റെ കണക്ക് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ആൻസറാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2023 ബെക്കാഡി എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ മദ്യത്തിന് മേൽ കേരളത്തിലുള്ള അധിക നികുതി അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു റിക്വസ്റ്റ് അന്ന് കേരളം ഭരിച്ച പിണറായി വിജയന് നൽകിയിരുന്നു. പിണറായി വിജയൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പക്ഷേ സതീഷിനടുത്ത് നടപടി സ്വീകരിച്ചു. സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തി വെച്ചു. അപ്പോൾ അന്ന് പിണറായി വിജയൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം പോലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? തിരുവനന്തപുരം ജില്ലയിൽ പല പ്രദേശങ്ങളിലും വെള്ളമില്ല കുടിക്കാണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും കോർപ്പറേഷനാണ് നൽകേണ്ടത്, പഞ്ചായത്താണ് നൽകേണ്ടത്, നഗരസഭയാണ് നൽകേണ്ടത്. എങ്കിൽ പിന്നെ എന്ത് പുഴുങ്ങാനായിട്ടാണ് കേരളത്തിന് ഒരു വൈദ്യുതി വകുപ്പും അതേ കണക്ക് ജലവകുപ്പും ഉള്ളത്? കേരളത്തിലുള്ളൊരു മൊത്തം കിണർ കുഴിച്ചാൽ മതിയെങ്കിൽ എന്തിനാണ് കേരളത്തിനൊരു ജലവിഭവ വകുപ്പ് മന്ത്രി? അതായത് ഭൂഗർഭ ജലം കുഴിച്ചെടുത്ത കേരളത്തിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്നത്, അണികളും പറയുന്നത്. പൈപ്പ് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ കിണർ കുത്തണം, കിണർ കുത്തി നിങ്ങൾ വെള്ളം കോരി കുടിക്കാനാണ് പലരോടും പറയുന്നത്. കടൽ പ്രദേശത്തുള്ള ആളുകളോടും കായലിന്റെ തീരത്തുള്ള ആളുകളോടുമാണ് പറയുന്നത് കുടിവെള്ളം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കിണർ കുത്താണ്ട്. UDF പല നേതാക്കന്മാരും വന്ന് കമന്റ് ഇടുന്നതാണ്. അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവിനകത്ത് കണ്ടതാണ്. കുടിവെള്ളം കിട്ടുന്നില്ലെന്ന ഒരു ലൈവിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് താഴെ ചെന്ന് കമന്റ് ഇട്ട് വെച്ചിരിക്കുക, എങ്കിൽ പിന്നെ കിണർ കുത്തിക്കൂടെയെന്ന്. കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളോടാണ് ചെന്ന് ചോദിക്കുന്നത്, അവിടെ പോയി കിണർ കുത്തിക്കൂടെയെന്ന്. ഉപ്പുവെള്ളം കോരി കുടിക്കാണ്ട് മനുഷ്യന് പറ്റുമോ? അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത കുറെ അധികം അണികളാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. എന്തായാലും അത്തരത്തിൽ കോൺഗ്രസിന്റെ ഭരണ മികവ് കൊണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് കണ്ടുനോക്കാം. പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള ഗോത്രബന്ധു അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ വിവാദം. LDF സർക്കാർ 9 വർഷമായി നിയമിച്ച 308 താൽക്കാലിക ജീവനക്കാരുടെ സേവനമാണ് പട്ടികവർഗ വകുപ്പ് അവസാനിപ്പിച്ചത്. പിരിച്ചുവിട്ട നടപടി അന്യായമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ കാലാവധി അവസാനിച്ചതിനാലാണ് പിരിച്ചുവിട്ടതെന്നും അഭിമുഖം നടത്തി നിയമനം നടത്തുമെന്നുമാണ് UDF വാദം. അപ്പം സംസ്ഥാനത്തെ ട്രൈബൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ, താൽക്കാലിക അധ്യാപകരെയാണ് അവരുടെ കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടത്. ഓക്കെ, അവരുടെ കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിടുന്നതിന് മുൻപ് പുതിയ അധ്യാപകരെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഒരു ചോദ്യമല്ലേ? കാരണം കേരളത്തിലെ ജനങ്ങൾ 10 കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുമ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് മറ്റൊരു ഭരണമായിട്ട് നിങ്ങളെ കണ്ടെത്തി. കാരണം കേരളത്തിലെ ഭരണം സംവിധാനങ്ങൾ ചലിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ. അതേപോലെ തന്നെ ഇത്ര അധ്യാപകരെ ഒന്നിച്ച് കൂട്ടത്തോടെ പിരിച്ചു വിടുമ്പോഴത്തേക്ക് ഈ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവതാളത്തിലാകുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഈ സർക്കാർ ഭരിക്കുന്ന ആളുകൾക്കില്ലേ? അതോ ഈ സർക്കാരിലിരിക്കുന്ന ആർക്കും തന്നെ പഠിപ്പും വിവരവും ഒന്നുമില്ലേ? ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് 10 വയസ്സിന്റെ വിവരമില്ല, അതുകൊണ്ട് ആദിവാസി മേഖലയിലുള്ള കുട്ടികളും പഠിക്കേണ്ട, അതിന് നാട്ടിലുള്ള ഒരു കുഞ്ഞുങ്ങളും പഠിക്കേണ്ട എന്ന തീരുമാനം വല്ല കോൺഗ്രസിലെ വല്ല മുതിർന്ന നേതാവ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എഴുത്തും വായന അറിയാൻ മേലാത്ത ആളുകൾ ആരും തന്നെ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ പോലും നല്ല ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠിത്തത്തിന്റെ വില എന്താണെന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം. അങ്ങനെയുള്ള അവസരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും പകരം നിയമനം വൈകിപ്പിക്കുകയും ചെയ്യുന്നത്? പിരിച്ചുവിടുന്നതിന് മുൻപ് ഓൾട്ടർനേറ്റീവായിട്ട് ആ സ്കൂളുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിൽ പുതിയ അധ്യാപകരെ നിയമിച്ചിട്ട് വേണമായിരുന്നു പഴയ അധ്യാപകരെ പിരിച്ചുവിടാണ്ട്. അതിനുള്ള കോമൺ സെൻസ് പോലും കേരളം ഭരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് എത്തിക്കാനും പഠനത്തിന് സഹായം നൽകാനും ഉദ്ദേശിച്ചാണ് 2016-ൽ LDF സർക്കാർ മെന്റർ അധ്യാപകരെ താൽക്കാലികമായി നിയമിച്ചത്. മാസം 21,000 രൂപ വേതനത്തിന് 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലായിരുന്നു സേവനം. എന്നാൽ കഴിഞ്ഞ വർഷം അധ്യയനം നടത്തുന്ന അധ്യാപകർ ഇനി തുടരേണ്ടതില്ലെന്ന് പട്ടികവർഗ വകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ വയനാട്ടിൽ 241 പേർക്കും പാലക്കാട് 50 പേർക്കും മലപ്പുറത്ത് 17 പേർക്കും ജോലി നഷ്ടമായി. വിഷയത്തിൽ എതിർപ്പുന്നയിച്ച ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരുമാനം ആദിവാസി വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുമെന്ന്
അധ്യാപകർ പറഞ്ഞു. പിന്നോക്കം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഇതാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അത് ഇല്ലാതെയാക്കുമ്പോൾ ജൂണിൽ ഈ കുട്ടികൾ സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുമുണ്ട്. വിഷയം ഇതിനെന്തെങ്കിലും ഉത്തരം കേരളം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അണികൾക്ക് പറയാനുണ്ടോ? അതായത് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആദിവാസി കുഞ്ഞുങ്ങൾക്കും ഇന്ന് അവർക്ക് അധ്യാപകരില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരില്ല. അതിന് കാരണം ഈ ഒരു ഗവൺമെന്റിന്റെ പിടിപ്പുകേട് തന്നെയാണ്. കൃത്യമായിട്ട് പകരം അധ്യാപകരെ നിയമിക്കാതെ താൽക്കാലിക അധ്യാപകരെ പിരിച്ചുവിട്ടുകൊണ്ട് ആ സ്കൂളുകളെല്ലാം തന്നെ അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതിനകത്ത് കൃത്യമായിട്ട് ഉള്ള പങ്ക് കേരളത്തിലെ ഇന്ന് ഈ കേരളം ഭരിക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണിക്കാണുള്ളത്. 10 വർഷം മുമ്പ് പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ടീച്ചർമാരെ നിങ്ങൾ പിരിച്ചുവിടുമ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയ അധ്യാപകരെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല? അങ്ങനെ ഒരു പകരം നിയമനം നടത്തിയിട്ട് വേണം ഇത്തരം പിരിച്ചുവിടലുകൾ ചെയ്യാണ്ട്. അതിനുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളൊക്കെ കേരളം ഭരിക്കുന്നത്? ഇനി ഒരു 100 കൊല്ലം കൂടി ഈ കേരളത്തെ പുറകിലോട്ട് കൊണ്ടുപോകണം. പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചപ്പോൾ തന്നെ ഈ കേരളം 10 കൊല്ലം പുറകിലോട്ട് പോയി. ഇപ്പോൾ ഈ കണക്കിനാണെങ്കിൽ ആദിവാസി ഗോത്രമേഖല ഒരു 100 കൊല്ലം പിന്നോട്ട് വീണ്ടും പോകും. കാരണം താരതമ്യേന അവിടെ നിന്നുള്ള കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നത് വളരെ ചുരുക്കമാണ്, വളരെ വിരളമാണ്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് മതിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ പലരും വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് നേടാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറയുന്ന അധ്യാപകരെ LDF ഗവൺമെന്റ് അന്ന് നിയോഗിച്ചത്. ആ അധ്യാപകരെ പിരിച്ചുവിട്ടുകൊണ്ട് ആ കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കി. കഷ്ടം തന്നെ. ഇതിപ്പോ പറയുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് കുറെ എണ്ണം കരഞ്ഞും മെഴുകുക. അത് കാണുമ്പോഴാണ് കലി വരുന്നത്. ശരിയാണോ?